എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മുസ്ലിം സമൂഹത്തിന് നേരിടുന്ന പ്രശ്നങ്ങളെ മണത്ത് കണ്ടുപിടിക്കുന്ന ഒരു പ്രഗത്ഭൻ ഉണ്ട് കേരളത്തിൽ. ഏതെങ്കിലും ഒരു മുസ്ലിമിനോ അല്ലെങ്കിൽ ഒരു മുസ്ലിം സമൂഹത്തിനോ എവിടെയെങ്കിലും, പ്രത്യേകിച്ച് സംഘപരിവാറിൽ നിന്ന്, ഹൈന്ദവ സമൂഹത്തിൽ നിന്നോ അല്ലെങ്കിൽ സംഘപരിവാറിൽ നിന്നോ, BJPയോ RSSോ വിശ്വഹിന്ദു പരിഷത്തോ ബജറംഗ് ദളോ, ഇവരിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഏതെങ്കിലും ഒരു മുസ്ലിമിനുണ്ടാകുന്നുണ്ടോ എന്ന് മണത്ത് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു പ്രഗത്ഭനാണ് രാഹുൽ ഈശ്വർ. താന്ത്രിക കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും അതിൻ്റെ യാതൊരുവിധമായ ക്വാളിറ്റിയോ യാതൊരുവിധമായ വർഗസ്നേഹമോ കാണിക്കാതെ പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി മാത്രം പണിയെടുക്കുന്ന ഒരുത്തൻ. ഒരു കാലത്ത് വലിയ പ്രഗത്ഭനായി ജനങ്ങളൊക്കെ അറിഞ്ഞിരുന്നതാണ്. എങ്ങനെയോ ഇദ്ദേഹം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പിടിയിൽ പെട്ടുപോയി. എന്താണ് ഇദ്ദേഹം ഇതിൻ്റെ അകത്ത് പെട്ടുപോയത് എന്നറിയില്ല. ഇനി ഇവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അബദ്ധങ്ങൾ ഇദ്ദേഹത്തിന് പറ്റിയോ, ഇദ്ദേഹം പൊന്നാനിയിലെങ്ങാനും പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായോ, ഇതൊന്നും അറിയില്ല. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ അതീവ ഗുരുതരമാണ്. ഹൈന്ദവ സമൂഹത്തിന് നേരിടുന്ന വെല്ലുവിളികളെ ഇദ്ദേഹം കാണുകയില്ല. മുസ്ലിം സമൂഹത്തിന് നേരിടുന്ന വെല്ലുവിളികളെ മാത്രമാണ് ഇദ്ദേഹം കാണുകയുള്ളൂ. ഇത് ഇത്രയും പറയാനായിട്ടുള്ള കാരണം, ഈ മുസ്ലിം പ്രീണനം, പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടിയുള്ള പ്രവർത്തനം ഈ രാഹുൽ ഈശ്വർ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. സ്വന്തം സമൂഹം, അതായത് ഹൈന്ദവ സമൂഹം, താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഹൈന്ദവ സമൂഹത്തെ ഒരു രീതിയിലും ഒരു വില കൽപ്പിക്കാതെ പൂർണ്ണമായും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ചെരുപ്പ് നക്കിയായി, എന്ന് പറഞ്ഞാൽ ഒരടിമയായി, ഹിന്ദി പറഞ്ഞ ഗുലാം, ഒരടിമയായി മാറിയ ഒരു വ്യക്തിയായി ഈ രാഹുൽ ഈശ്വർ അധപ്പതിച്ചു എന്നുള്ളതാണ്. മിസ്റ്റർ രാഹുൽ ഈശ്വർ, വളരെ കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. നിങ്ങൾ ഇത്രയും തരം താഴാൻ പാടില്ല. അതായത് ഇസ്ലാമിക് മത തീവ്രവാദികൾക്ക് വേണ്ടി ഘോരം നിങ്ങൾ കുരയ്ക്കുമ്പോൾ, നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന 80% വരുന്ന ഹൈന്ദവ സമൂഹം ഒരു സൈഡിലുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം. വളരെ താല്പര്യത്തോടുകൂടെ ഈ ഇസ്ലാമിക് പ്രീണനം എന്തുകൊണ്ടാണ് ഈ രാഹുൽ ഈശ്വർ എടുക്കുന്നത്? എന്തെങ്കിലും ഫണ്ടോ മറ്റു കാര്യങ്ങളോ ഇദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും അബദ്ധം പറ്റിയോ, ഇദ്ദേഹം പൊന്നാനിയിലെങ്ങാനും പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായോ, ഇതൊന്നും നമുക്കറിയില്ല. എന്തായാലും എന്തോ ഒരു വലിയ പ്രശ്നം ഇദ്ദേഹത്തെ വ്യാപരിച്ചിട്ടുണ്ട്. എന്തായാലും രാഹുൽ ഈശ്വരൻ്റെ ഒരു പോക്ക് ഇതൊരു ശരിയായ പോക്കല്ല. താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാതെ, യാതൊരുവിധമായ വർഗസ്നേഹവും കാണിക്കാതെ, ഇസ്ലാമിക് മത തീവ്രവാദത്തിന് വേണ്ടിയിട്ടും ഇസ്ലാമിക് മത തീവ്രവാദികൾക്ക് വേണ്ടിയും ഘോരം കുരയ്ക്കുന്ന, അവരുടെ പ്രശ്നങ്ങളെ മണത്ത് കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയായി ഈ രാഹുൽ ഈശ്വരെ അധപ്പതിച്ചു എന്നുള്ളത്, അത് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. ആ വോയിസ് നിങ്ങളൊന്ന് കേൾക്കാം. അമ്പലത്തിൽ ഐ ലവ് മുഹമ്മദ് എഴുതി സാമുദായിക കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അവസാനം പോലീസ് ആൾക്കാരെ കണ്ടെത്തി. 4 തീവ്ര ഹിന്ദുത്വവാദികൾ അറസ്റ്റ്. ഈ വാർത്ത കേൾക്കുമ്പോൾ ചിരിക്കണോ, കരയണോ, വിഷമം വേണോ, ദേഷ്യം വേണോ എന്ന് ഞാൻ പലവട്ടം ആലോചിച്ചു. എന്ത് ചെയ്യാനാണ്? ഇവന്മാരെ കൊണ്ട് എന്തൊരു ശല്യമാണ്, എന്തൊരു നാടിന് നാശമാണെന്ന് ആലോചിച്ച് നോക്കി. അതായത് ഹിന്ദു ക്ഷേത്രത്തിൽ പോയി ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി. അതിന് മുസ്ലിങ്ങളാണെന്ന് വരുത്തി തീർത്ത് അതിൽ പല ആൾക്കാരെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. കർണിസേന അടക്കമുള്ള ഈ ഹിന്ദുത്വ തീവ്രവാദ സംഘടനകൾ. അവസാനം പോലീസിന് സംശയം തോന്നി. കാര്യം മുഹമ്മദിന്റെ സ്പെല്ലിംഗ് തെറ്റാണ് എഴുതിയിരിക്കുന്നത്. സ്പെല്ലിംഗ് തെറ്റായിട്ട് പല കാര്യങ്ങളും എഴുതി. കാര്യം ഇവർക്കൊന്നും അടിസ്ഥാന വിദ്യാഭ്യാസമില്ല. ഈ നല്ല സ്കൂളിൽ പോകത്തതിന്റെ കുഴപ്പമാണ്, അതിന്റെ പ്രശ്നമാണ് അടിസ്ഥാനപരമായി. അപ്പോ ഇവരെ അങ്ങനെ അറസ്റ്റ് ചെയ്യും. അതായത് പോലീസ് കൂടുതൽ അന്വേഷണത്തിൽ CCTVയും ശാസ്ത്രീയമായ അന്വേഷണത്തിന് ശേഷം, ഇത് ഈ ഉത്തർപ്രദേശിൽ നടന്ന ഒരു സംഭവമാണ്. 2 വ്യക്തികൾ തമ്മിൽ ചേർന്ന ഒരു വൈരാഗ്യം. ആ വൈരാഗ്യത്തിൽ ഇവർ അമ്പലത്തിൽ കൊണ്ട് എഴുതി വെച്ചതാണ് ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ. സംഗതി കിട്ടിയോ? ഇത്
ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോടുണ്ടായ ഒരു പ്രശ്നമാണ് ഇതിൻ്റെ കാരണം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, രാഹുൽ ഈശ്വർ പറയുന്ന 1-2 പോയിന്റുകൾ ഞാൻ എടുത്തു പറയാം. ഇവരെ കൊണ്ട് വലിയ ശല്യമാണ്, അതായത് ഹിന്ദുത്വ തീവ്രവാദികളെ കൊണ്ട് വലിയ ശല്യമാണെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അതോടൊപ്പം തന്നെ നല്ല സ്കൂളുകളിൽ പോയി പഠിക്കാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നാണ്. അപ്പോൾ ഈ രാഹുൽ ഈശ്വറിൻ്റെ ഈ വാക്കുകളിലേക്ക് ഞാൻ കടന്നു വരികയാണ്. മിസ്റ്റർ രാഹുൽ ഈശ്വർ, ഇതെവിടെ നടന്ന സംഭവമാണ്? ഉത്തർപ്രദേശിൽ. ഈ ഉത്തർപ്രദേശ് ഭരിക്കുന്നത് ആരാണ്? യോഗി ആദിത്യനാഥിൻ്റെ ഗവൺമെൻറ്റാണ്. അങ്ങനെ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഇവിടെ വർഗീയ കലാപമുണ്ടാക്കാൻ ശ്രമിച്ച ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാരുടെ ക്രെഡിറ്റാണ്? നിങ്ങളതെന്താ പറയാത്തത്? അതായത് ഇങ്ങനെ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകളെ പോലീസ് പിടിച്ചു എന്ന് പറയുമ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ ഗവൺമെൻറ്റിലുള്ള അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിൻ്റെ പോലീസിനാണോ പ്രശംസ കൊടുക്കേണ്ടത്, അതോ തീവ്ര ഇസ്ലാമിക് ചിന്താഗതിക്കാർക്കാണോ? വാസ്തവത്തിൽ എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു പൊട്ടനാണോ അതോ നിങ്ങളൊരു പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ? എന്താ നിങ്ങളുടെ നിലവിൽ താങ്കളുടെ പ്രശ്നം എന്താ? ഇസ്ലാമിക് തീവ്രവാദം തലയിൽ കയറിക്കൂടി ഇസ്ലാമിക് പ്രീണനം, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വർഗീയ പ്രശ്നമായി മാറേണ്ട ഒരു പ്രശ്നത്തെ പോലീസ് വളരെ സംയമനത്തോടെ കൂടി ഇടപെട്ട് ഇതിൻ്റെ കൃത്യമായ പ്രതികളെ കണ്ടുപിടിച്ചു, അതിന് യോഗി ആദിത്യനാഥിൻ്റെ പോലീസിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു എന്ന് പറയാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കില്ലാത്ത എന്താ? അത് നിങ്ങളുടെ ഈ ഇസ്ലാമിക് പ്രീണനം അനുവദിക്കില്ല. നിങ്ങൾ പറഞ്ഞ എന്താ? നല്ല സ്കൂളിൽ പോയി പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ് അല്ലേ? ഇത് 2 വിഭാഗങ്ങൾ തമ്മിൽ ഇവിടെ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മിസ്റ്റർ രാഹുൽ ഈശ്വർ, ഞാൻ ഉത്തർപ്രദേശിൽ താമസിക്കുന്ന ആളാണ്. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ, നിങ്ങൾ മുമ്പോട്ട് വെക്കുന്ന പോലെ ഒരു മത തീവ്രവാദം ഇവിടെ ഇല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. മത തീവ്രവാദം ഉണ്ടായിരുന്നു എന്നാണെന്നറിയാമോ? സമാജ്വാദി പാർട്ടി ഇവിടെ ഭരിക്കുമ്പോഴും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലോ ആൻഡ് ഓർഡറിൽ ഏറ്റവും നല്ല സംസ്ഥാനമായി ഉത്തർപ്രദേശ് മാറി നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നമുണ്ടാകുമ്പോഴത്തേക്കും അതൊരു വലിയ പ്രശ്നമായി അവതരിപ്പിക്കുന്ന നിങ്ങളുടെ ഒരു മാനസികതയുണ്ടല്ലോ, ആ മാനസികതയ്ക്ക് നിങ്ങളുടെ തലയ്ക്ക് വട്ടാന്ന് ഞാൻ പറയും. കാരണം മതഭ്രാന്ത് കയറി കൂടിയിരിക്കുന്ന ഇസ്ലാമിക് മത തീവ്രവാദം തലയിൽ കയറിക്കൂടിയ ഒരു ഭ്രാന്തനായി, അതായത് ഒരു വട്ടനായി ഈ രാഹുൽ ഈശ്വർ മാറി എന്നുള്ളതാണ്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ജമീമയായി ബന്ധപ്പെട്ട്, അതായത് ഇന്ത്യൻ ക്രിക്കറ്റിലെ അഭിമാന താരമായി മാറിയ ജമീമയെക്കുറിച്ച് ഇദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. ഞാനത് വളരെ ശ്രദ്ധിച്ചു. ഇദ്ദേഹം പറയുന്നത്, ഒരു കസ്തൂരി എന്ന് പറയുന്ന ഒരു മഹിളാ മോർച്ചയുടെ ഒരു പ്രവർത്തകൻ, അവർ ഇപ്രകാരം ചോദിച്ചു, അതായത് യേശുവിനെ കുറിച്ച് പറയുന്ന സ്ഥാനത്ത് ജയ് ശ്രീരാം എന്നാ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുമായിരുന്നു? അവർ ചോദിച്ച ചോദ്യത്തിൽ എവിടെയാ തെറ്റ്? അതേസമയം ജയ് ശ്രീരാം എന്നാണ് ഒരാൾ പറഞ്ഞിരുന്നെങ്കിൽ ഫൈനലിൽ ആരാ കളിച്ചത്? ഒരു ശർമ്മയും ഒരു വർമ്മയുമാണ് കളിച്ചത് അല്ലേ? അവരാ മൈക്കെടുത്തിട്ട് ഭഗവാൻ ശ്രീരാമൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ജയിച്ചതെന്ന് അവർ പറഞ്ഞു. നിങ്ങളിതൊക്കെ ബോധപൂർവം മനസ്സിലായി. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ താങ്കളെപ്പോലെയുള്ള ഇസ്ലാമിക് തീവ്രവാദ അനുകൂലികൾ എത്രമാത്രം പ്രചരണം സൃഷ്ടിക്കുമായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും അധികം, അതായത് സൈബർ ആക്രമണം നടത്തുന്ന ആരാണെന്ന് താങ്കൾക്കറിയാവോ? അതായത് നിങ്ങളുടെ വീഡിയോ സൂരി അൻസാരി ഷെയർ ചെയ്യുന്നു, അതെടുത്ത് ചെയ്യുന്നു. നിങ്ങൾ തമ്മിലൊരു വലിയ കണക്ഷനുണ്ട്. ഞാൻ ഈ ഓരോ വ്യക്തികളും, ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി ബിക്കാഹുവ എന്ന് പറഞ്ഞാൽ വിറ്റുപോയി. ഇദ്ദേഹം വിറ്റുപോയപ്പെട്ട ഒരു പാർട്ടിയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി വിൽക്കപ്പെട്ട ഒരു പാർട്ടിയാണ്. ഇദ്ദേഹത്തെ ഒരിക്കലും ഒരു ഹിന്ദു ആയിട്ട് ഇനി കണക്കാക്കേണ്ട ആവശ്യമില്ല. കാരണം ഇദ്ദേഹം പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി വിൽക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ തന്നെ മീഡിയ സബ് ബിക്കാഹുവ എന്ന് പറഞ്ഞാൽ വിറ്റുപോയി. ഇതെല്ലാം പേടി ചെയ്തു, ഇതെല്ലാം വിറ്റുപോയതാണ്.
എന്ന് പറഞ്ഞ പോലെ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി ഇസ്ലാമിക് മത തീവ്രവാദികൾ വിലക്കെടുത്തേക്കുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം കൂലി എഴുത്തുകാരനാണ്. ഇദ്ദേഹത്തിന് അടിസ്ഥാനപരമായി യാതൊരു മാന്യതയോ മര്യാദയോ രാജ്യസ്നേഹമോ ഉള്ള ആളല്ല. ഇസ്ലാമിക് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ വ്യക്തികളും നമ്മുടെ രാജ്യത്തിൻ്റെ ദ്രോഹിയാണ്, രാജ്യദ്രോഹികളാണ് ഇസ്ലാമിക് മത തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ഈ പോലീസിനെ നിങ്ങൾ അഭിനന്ദിക്കാത്ത എന്താ? ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം യോഗി ആദിത്യനാഥിൻ്റെ ഭരണമുള്ള ഇവിടെ പോലീസ് നിഷ്പക്ഷമായി പ്രവർത്തിച്ചതുകൊണ്ടല്ലേ ഇത് അറസ്റ്റ് ചെയ്യപ്പെട്ടത്? അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമായിരുന്നു? നിങ്ങൾക്കൊരു കോമൺ സെൻസ് ഇല്ലേ, ഒരു സാമാന്യ ബുദ്ധിയില്ലേ? നിങ്ങൾക്ക് ഇത്രയും വിദ്യാഭ്യാസവും വിവരവും അല്ലെങ്കിൽ പല ചാനൽ ചർച്ചകളിലിരുന്ന് പറയുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നത്? കുറച്ചെങ്കിലും ഒരു ഉളുപ്പും നാണോ നിങ്ങൾക്ക് വേണ്ടേ? നാടൻ ഭാഷയിൽ ചോദിക്കുകയാണ്. നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന നിങ്ങളുടെ സമൂഹത്തോടൊരു വർഗസ്നേഹമെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ? 80% ഹൈന്ദവർ അധിവസിക്കുന്ന ഈ ഭാരതത്തിൽ ഒരു ഹിന്ദുവിനോ ഒരു ക്രിസ്ത്യാനിക്കോ ഒരു മുസ്ലിമിനോ മര്യാദയ്ക്ക് ജീവിക്കാം. എന്നാൽ 80% മുസ്ലിങ്ങളുള്ള ഒരു മേഖലയിൽ നിങ്ങൾക്ക് പോയി വീഡിയോ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലാഞ്ഞിട്ടല്ല, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പൊട്ടം കളിക്കുകയാണ്. നിങ്ങൾക്ക് വിവരമില്ലാത്തവനല്ല, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പൊട്ടം കളിക്കുകയാണ്. അപ്പം ഇതുപോലെയുള്ള ഈ പുഴുക്കുത്തുകളെ, ഈ രാഹുൽ ഈശ്വറിനെ പോലുള്ള വർഗീയവാദികളെ നമ്മൾ തിരിച്ചറിയണം. ഹിന്ദു സമൂഹം തിരിച്ചറിയണം. കാരണം ക്രൈസ്തവ സമൂഹം ഇതുപോലുള്ള വർഗീയവാദികളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ പേരുപയോഗിച്ചുകൊണ്ട് ഹിന്ദുവാണ് എന്ന് പറഞ്ഞു നിന്നുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരെ തിരിയുന്ന ഒരു വർഗീയവാദി. അതുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഈ ഹിന്ദുത്വ തീവ്രവാദികളെ കാണുമ്പോൾ ചിരി വരികയാണ്. നിങ്ങൾക്ക് ചിരി വരും. കാരണം പൊളിറ്റിക്കൽ ഇസ്ലാം തലയിൽ കയറിയിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് ചിരി വരും. നിങ്ങൾക്കതല്ല, നിങ്ങൾക്ക് അതിലപ്പുറവും വരും. മനസ്സിലായോ? ഇനി അതുപോട്ടെ, നിങ്ങൾക്ക് ഈ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാമോ? അതായത് കുംഭമേള നടക്കുമ്പോൾ അവിടെ ആ കുംഭമേളയുടെ സംഗം നഗരി എന്ന് പറഞ്ഞാൽ സംഗം സ്ഥാൻ എന്ന് പറഞ്ഞാൽ സംഗം, അതായത് ഈ മുങ്ങുന്ന സ്ഥലം, അത് സ്നാനമേൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഇത് വഖഫ് ബോർഡിൻ്റെ എന്ന് പറഞ്ഞ മുസ്ലിങ്ങൾ ഒന്ന് പ്രശ്നമുണ്ടാക്കിയെന്ന് നിങ്ങൾ അറിഞ്ഞായിരുന്നോ? നിങ്ങളുടെ വായിക്കകത്ത് പഴം കുത്തിക്കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ പ്രതികരിച്ചോ? അതായത് ഈ സംഗം നഗരി, അതായത് ഈ സ്നാനം നടക്കുന്ന പ്രദേശം വഖഫ് ബോർഡിൻ്റെ ആണെന്നും പറഞ്ഞുകൊണ്ട് ഈ മുസ്ലിങ്ങളൊന്ന് പ്രശ്നമുണ്ടാക്കി നിങ്ങൾ അറിഞ്ഞായിരുന്നോ? അപ്പം നിങ്ങളുടെ അണ്ണാക്കിൽ എന്തായിരുന്നു നിങ്ങളുടെ ഇരുന്നത്? നിങ്ങൾക്ക് മിണ്ടാൻ മേലായിരുന്നു. നിങ്ങൾ മിണ്ടിയോ അതിനെക്കുറിച്ച്? നിങ്ങളൊരു അക്ഷരം പറഞ്ഞോ? എന്നിട്ട് ഒരു ഉളുപ്പും നാണമില്ലാതെ ഇസ്ലാമിക് തീവ്രവാദികൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. അതായത് എന്തുകൊണ്ടാണ് കുംഭമേള നടക്കുമ്പോൾ ഇവരെ ഈ മണൽപ്പുറത്ത് ഇറക്കാതിരുന്നതെന്നറിയാമോ? ഇതും പറയാം. അതായത് ഒരു ഫുൽക്കി, അതിന് പാനിപ്പൂരി എന്നാണ് പറയുന്നത്. മിസ്റ്റർ രാഹുൽ ഈശ്വർ, പാനിപ്പൂരി എന്നാണ് പറയുന്നത്. അതുണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് തുപ്പും. എന്താണെന്നറിയോ? നിങ്ങൾ കഴിക്കുന്ന ഓരോ ഹലാൽ ഫുഡും നിങ്ങൾ ഇവരുടെ ഉച്ഛിഷ്ടമാണ് കഴിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവും. അതായത് അവർ തുപ്പിയ ഭക്ഷണമാണ് കഴിക്കുന്നത്, ഹലാൽ ഫുഡ്. ഹലാൽ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഹലാൽ ബോർഡ് വെച്ച്, ഉത്തർപ്രദേശിൽ ഹലാൽ ബോർഡില്ല, അതറിയാവോ താങ്കൾക്ക്? ഈ ഹലാൽ ബോർഡ് വെച്ചേക്കുന്ന ഭക്ഷണമല്ല, ഇവർ തുപ്പിയിട്ടേക്കുന്ന ഭക്ഷണമാണ്. അവരുടെ ഉസ്താദ് വന്ന് തുപ്പിയിട്ടായി ഭക്ഷണം പുറത്തേക്ക് ഇറങ്ങുന്നത്. നിങ്ങളൊക്കെ കഴിക്കുന്ന ഭക്ഷണം ഉച്ഛിഷ്ടമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ഇതുപോലെ ഓരോ പ്രദേശങ്ങളിലും, എന്തിനേറെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് 40% മുസ്ലിങ്ങളും 60% ഹിന്ദുക്കളാണ്. ഇവിടെ രാംനവമിക്ക് ഒരു യാത്ര, അതായത് ഈ ശോഭയാത്ര നടത്തും. ആ യാത്രയിൽ അതായത് മുസ്ലിങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തോടെ ഗള്ളി എന്നതിന് പറയുന്നത്, ഇതിലൂടെ പോയപ്പോൾ അവർ മുകളിൽ നിന്ന് കല്ല് പെറുക്കി എറിഞ്ഞു. ആരാ? മുസ്ലിം ചെറുപ്പക്കാർ, പിള്ളേർ. എന്നിട്ട് ഇതിവിടെ വലിയ വർഗീയ ലഹളയായി മാറി. ഭയങ്കര പ്രശ്നമുണ്ടായി, അടിയമ്പകളും. എന്താ കാരണം? ഒരു ശോഭയാത്ര നടക്കുമ്പോൾ അതിൻ്റെ മേളിൽ നിന്ന് കല്ല് പെറുക്കി എറിഞ്ഞു. നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങൾ ഹൈദരാബാദിൽ ഗണേശ ചതുർത്ഥിയുടെ സമയത്ത് അവിടെ ഗണേശ് ഭഗവാന്റെ രൂപമായിട്ട് എഴുന്നള്ളുമ്പോൾ അവിടെ നിന്ന് കല്ല് പെറുക്കി എറിയുകയും തുപ്പുകയും ചെയ്യുന്നു. നിങ്ങൾ എന്താ ഇതൊന്നും തിരിച്ചറിയാത്തത്? നമ്മുടെ രാജ്യം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഇസ്ലാമിക് മത തീവ്രവാദികളുടെ പിടിയിൽ അകപ്പെടുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചറിയാത്തത്? അപ്പോൾ ഇവിടെ പറയാം, ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ
അത് രണ്ടു പേര് തമ്മിലുള്ള പ്രശ്നമാണ്. ആ പ്രശ്നം ഇനി ഇത് മാത്രമല്ല, ഇവിടെ ഒരുത്തൻ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു. നിങ്ങളത് ശ്രദ്ധിക്കണം. അവൻ്റെ ജ്യേഷ്ഠൻ ഒക്കെ ഹിന്ദുവായിട്ട് RSS ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക. ഇത് കുടുംബപരമായിട്ട് ഇവർക്ക് ഈ വീതം വെക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ വീതം വെക്കുന്ന പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കി. എന്നിട്ട് ഇവൻ്റെ ചേട്ടൻ ഇവനെ എടുത്തിട്ട് തല്ലി. പെട്ടെന്ന് ഇത് ബാധിച്ചു. എന്താണ്? അതായത് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയതിന് എന്നെ തല്ലി. ഈ വിഷയം ഞങ്ങൾ എല്ലാം കണ്ടു കേട്ടു. ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, യഥാർത്ഥത്തിൽ റിയൽ പ്രശ്നം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ആ പ്രശ്നം ഇതിങ്ങനെയാണ്. അവസാനം ഇത് കേസായിപ്പോൾ എന്താ കാര്യം? ഇവരുടെ കുടുംബപരമായിട്ടുള്ള ഈ സ്വത്തും വീതം വെപ്പിക്കുന്നതിനുള്ള പ്രശ്നമായത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ക്രിസ്ത്യാനികൾക്കെതിരെ ഉപദ്രവം ഉണ്ടായി എന്നും പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം പത്രത്തിൽ മുഴുവൻ വാർത്ത വന്നു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് പോയതിന് ശരിക്കും എന്താ? ഈ കുടുംബങ്ങൾ തമ്മിലുള്ള, അതായത് ഈ ബട്ടുവാര എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ വീതം വയ്ക്ക്, ഈ വീതം വയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ് സംഭവിച്ചത്. നിങ്ങൾക്ക് ഈ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല. ഉത്തർപ്രദേശ് സംസ്ഥാനം, ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വളരെ മാന്യമായിട്ടാണ്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളരെ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം യോഗി ആദിത്യനാഥിൻ്റെ ഭരണമാണ്. ഇന്ന് എന്നോട് ചോദിക്കുക, ചിലപ്പോൾ നാളെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പേരിൽ ഞാനും ഉപദ്രവിക്കപ്പെടാം, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അപ്പോഴും എന്നോട് ചോദിക്കുകയാണ് ഏറ്റവും നല്ല ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ യോഗി ആദിത്യനാഥാണെന്ന് പറയും. കാരണം ഞാൻ ഈ ഉത്തർപ്രദേശ് വാരണാസി താമസിക്കുന്ന ആളാണ്. എനിക്കിവിടുത്തെ നിയമം അറിയാം. ഇവിടെ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളിന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ നീതി ലഭിക്കും. കാലഘട്ടങ്ങൾ മാറി. സമാജ്വാദി പാർട്ടി ഭരിക്കുന്ന പോലെയല്ല ഇവിടുത്തെ അവസ്ഥ. ഈ നിയമങ്ങളൊക്കെ മാറി. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഹിന്ദു എന്ന ലേബലിൽ നിന്നുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന്, അതായത് ഇസ്ലാമിക് മത തീവ്രവാദികൾക്ക് വേണ്ടി പണിയെടുക്കുന്നു. അത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ എന്തിനാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ചെരുപ്പ് നക്കി നടക്കുന്നത്? ഈ ചെരുപ്പ് നക്കി, ഇവരുടെ ഈ ചെരുപ്പ് നക്കി കീറി നക്കി നടക്കേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇനി പോട്ടെ, ഈ രാഹുൽ ഈശ്വർ എന്ന ഈ വ്യക്തി ഒരു ഇരട്ടത്താപ്പുകാരനാണ് എന്ന് ഞാൻ പറയാൻ മറ്റൊരു കാരണമുണ്ട്. സുഡാനിൽ കലാപമുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. സുഡാനിൽ നടക്കുന്ന കലാപം അത് വർഗീയ കലാപമല്ല, അത് ഗോത്ര കലാപമാണ്. ക്രിസ്ത്യാനികൾക്ക് അവിടെ ഒരു കുഴപ്പമില്ല. ഇദ്ദേഹം എഴുതി വിട്ടേക്കുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ ഇതിൽ ക്രിസ്ത്യാനികൾ ശരിക്കും പറഞ്ഞാൽ 1% വരുന്ന 5 കോടി ജനമാണ് അവിടെ ഉള്ളത്. 1% എന്ന ക്രൈസ്തവ സമൂഹത്തിന് ഭയങ്കര വെല്ലുവിളിയാണ് അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 2 മുസ്ലിങ്ങൾ തമ്മിൽ തല്ലിയാണ് ചാകുന്നത്, അത് മറ്റൊരു കാര്യം. പക്ഷേ ഇദ്ദേഹം ഈ സുഡാനിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞൊരു വീഡിയോ ചെയ്തില്ല. എന്താ കാരണം? ഇരട്ടത്താപ്പ്, പേടിയാണ്, മുട്ടുകൂട്ടിയിടിക്കും. രാഹുൽ ഈശ്വറിന് തൻ്റെ ഇടമുണ്ട്, ചങ്കൂറ്റമുണ്ടെങ്കിൽ ഇസ്ലാമിക് മത തീവ്രവാദത്തിനെതിരെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുട്ടുകാലവന്മാർ തല്ലി കുടിക്കും. ചങ്കൂറ്റമുണ്ടോ? SDPക്കെതിരെ ഒരു വീഡിയോ ചെയ്യാൻ തങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ? പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഒരു വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ? ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഒരു വീഡിയോ തന്നെ ജോസഫ് മാഷിനെ കയ്യും കാലില്ലാതെ നടക്കേണ്ടി വരും. അത് ഈ രാഹുൽ ഈശ്വറിന് അറിയാം. അതുകൊണ്ട് ഈ ഹൈന്ദവർക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെയുമാണ് ഇദ്ദേഹത്തിൻ്റെ ആക്രമണം. നിങ്ങൾ തിരിച്ചറിയണം. ഇതുപോലെയുള്ള കള്ളന്മാരെ, പക്കാ കള്ളന്മാരും വർഗീയവാദികളും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും സമൂഹത്തെ നശിപ്പിക്കാനും ശ്രമിക്കുന്ന രാജ്യദ്രോഹികളെ തിരിച്ചറിയണം. ഈ രാഹുൽ ഈശ്വരൊക്കെ രാജ്യസ്നേഹിയാണോ രാജ്യദ്രോഹിയാണോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോകളോടെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ വന്ന ചില കമൻറ്റുകൾ എന്നെ വളരെ ചിന്തിപ്പിച്ചു. രാഹുൽ ഈശ്വരനെ ഹിന്ദു സമൂഹം എത്രമാത്രം വെറുക്കുന്നു എന്നുള്ളതാണ്. ഒരാൾ എഴുതിയേക്കുന്ന കമൻറ്റാണ്, രാഹുൽ ഈശ്വർ ഒരു 4 പെണ്ണ് കെട്ടാനും പൊന്നാനി പോയി മുസ്ലിം ആകാനും രാഹുൽ ഈശ്വർ സന്നദ്ധനാണ് എന്ന് ഒരാൾ എഴുതിയേക്കുക. അതുപോലെ ഉള്ള കമൻറ്റുകളാണ്. ഞാൻ ആ കമൻറ്റുകളൊക്കെ അടുത്ത എൻ്റെ വീഡിയോയിൽ രാഹുൽ ഈശ്വരെ കുറിച്ച് വന്ന കമൻറ്റുകൾ വായിച്ച് കേൾപ്പിക്കാം. 4 പെണ്ണ് കെട്ടാനും പൊന്നാനി പോകാനും ഇവൻ തയ്യാറാണ് എന്നാണ് പല ആളുകളും പറഞ്ഞത്. മിസ്റ്റർ രാഹുൽ ഈശ്വർ, ഹൈന്ദവ സമൂഹം നിങ്ങളെ വെറുക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം നിങ്ങളുടെ ഈ ഇസ്ലാമിക് പ്രീണനം അതികഠിനമായിരുന്നു. നിങ്ങൾക്ക് മടങ്ങി വരാൻ അവസരമുണ്ട്. നിങ്ങൾ ഈ ഇസ്ലാമിക് ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യരുത്. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും.
നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്നത് ഒരു ഹിന്ദു സമൂഹത്തിലാണ്. നിങ്ങൾ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് പറയരുതെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ഒരു പരിധിക്കുള്ള അവരെ താങ്ങി നിൽക്കുമ്പോൾ അവരേത് സമയത്തും നിങ്ങളുടെ പാലം വലിച്ചു താഴെയിടും. അവസാനം നിങ്ങൾ ഇവരിൽ നിന്ന് വലിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും. അത് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടിയുള്ള നിങ്ങളുടെ ഈ പരിപാടിയുണ്ടല്ലോ, ഇത് 80% വരുന്ന ഹിന്ദു സമൂഹത്തെ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇത്രയും വലിയൊരു സമുദായം RSSനെ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ്. വിശ്വ ഹിന്ദു പരിഷത്തിനെയും ബജറംഗ് ദളിനെയും ഹൈന്ദവ സമൂഹത്തെ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹിന്ദു സമൂഹങ്ങൾ ഇതുപോലെയുള്ള ഈ ഇരട്ടത്താപ്പുകാരെ തിരിച്ചറിയണം. മുസ്ലിം പ്രീണനത്തിന് വേണ്ടി മുസ്ലിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് മണത്ത് നടക്കുന്ന ഒരു വ്യക്തിയായി ചില ആളുകൾക്ക് ഇതേ പറഞ്ഞിട്ടുള്ളൂ. തനിക്കൊക്കെ അതേ പറ്റുകയുള്ളൂ. കാരണം മറ്റുള്ളവൻ്റെ ചെരുപ്പ് നക്കി ജീവിക്കാനാണ് നിൻ്റെയൊക്കെ വിധിയെങ്കിൽ അതേ നിനക്കൊക്കെ പറ്റുകയുള്ളൂ എന്ന് മാത്രമാണ് എനിക്ക് ഈ വിഷയത്തിൽ താങ്കളെക്കുറിച്ച് പറയാനായിട്ടുള്ളത്.